കനത്ത മഴയിൽ കോഴിക്കോട് മാവൂർ മേഖലയിൽ വെള്ളം കയറി എന്ന വാർത്തയാണ് മിഥില റിപ്പോർട്ട് ചെയ്യേണ്ടത്. മിഥില, പറയൂ. തീർച്ചയായും എസ്കെൻ ആനക്കുഴിക്കര എന്ന സ്ഥലത്താണ്, അതായത് കോഴിക്കോട് നിന്നും മാവൂരേക്കുള്ള റോട്ടിൽ ആനക്കുഴിക്കരയിലാണ്. ഇവിടെയാണ് റോട്ടിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഒരു 20 മീറ്ററിലധികം ദൂരത്തിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം തന്നെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ വഴി കടന്നു പോകുന്നത്. കാൽനട യാത്രക്കാർക്കെല്ലാം പ്രശ്നമുണ്ട്. മാവൂരിലെ ഒരു കാഴ്ച ഇതുതന്നെയാണ്. ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. വാഴകൃഷി ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് മാവൂർ. ഇവിടങ്ങളിൽ വാഴകൃഷി വലിയ രീതിയിൽ നശിച്ചിട്ടുണ്ട്. മാവൂരിലെ മാത്രം കാര്യമല്ല ഇത്. നമ്മൾ മുക്കം ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിലും മുക്കത്തും ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും എല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. കിഴക്കൻ മലയോര മേഖലകളിൽ ഇപ്പോൾ ശക്തമായ മഴ, ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയുണ്ട്. അത് ഇപ്പോഴും ഇടവിട്ട് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും എല്ലാം കരകവിഞ്ഞൊഴുകിയിട്ടുള്ളത്. ഈ പുഴയുടെ തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. ചോങ്ങോട്ടേക്ക് പോകുന്ന മുക്കത്ത് നിന്നും ചോങ്ങോട്ടേക്ക് പോകുന്ന റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചെറുപുഴയുടെ തീരത്തുള്ള കാരശ്ശേരി പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. മാവൂരിൽ തന്നെ പറയുകയാണെങ്കിൽ കച്ചേരിക്കുന്ന് സാംസ്കാരിക നിലയത്തിൽ ഇപ്പോൾ ക്യാമ്പ്, ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കുടുംബത്തെ ഈ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ കച്ചേരിക്കുന്ന് ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. 3 വീടുകളിലുള്ള കുടുംബങ്ങളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. മറ്റു രണ്ട് ആളുകൾ, 2 വീട്ടുകാർ ബന്ധുവീട്ടുകളിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം എന്നത് ആനക്കുഴിക്കരയിലാണ്. ആനക്കുഴിക്കരയിലാണ് റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം ചെറിയ രീതിയിൽ തടസ്സപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. കോഴിക്കോട് ഇന്നലെ രാത്രി മുതൽ നല്ല ശക്തമായ മഴ, നഗര വ്യത്യാസമില്ലാതെ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ ഭാഗങ്ങളിലുള്ള കടകളൊന്നും തന്നെ ഇതുവരെ തുറന്നിട്ടില്ല. കാരണം ഇത്തരത്തിൽ വെള്ളം കടകളിലേക്ക് ഇരിച്ചു കയറുന്നത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇത്തരം വാഹനങ്ങളെല്ലാം ഇതുവഴി കടന്നു പോകുമ്പോൾ, വാഹനങ്ങൾ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഈ വെള്ളമെല്ലാം തന്നെ കടകളിലേക്കാണ് എത്തുന്നത്. കാൽനട യാത്രക്കാർ ഉൾപ്പെടെ വളരെ കഷ്ടപ്പെട്ടു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കാൽനട യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടി വരുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോട്ടെ ഒരു കാഴ്ച ഇതാണ്. ഈ റോഡുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്.